Hello, hi, welcome back to Selmos Engineering World. Simple WBS for construction project എന്ന് പറയുന്നത് എന്താ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണത്? പ്ലാനിങ്ങിന്, അസൈനിങ്ങിന്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രാക്കിംഗ് പ്രോസസ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ നമുക്ക് ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിനെ മാനേജബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓരോ പാർട്ടാക്കിയിട്ട് നമ്മൾ സെക്ഷനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, സൈറ്റ് പ്രിപ്പറേഷൻ, ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ, റൂഫിങ്, ഫിനിഷേഴ്സ്, MEP വർക്ക്സ്, എക്സ്റ്റേണൽ വർക്ക്, ഹാൻഡ് ഓവേഴ്സ്. ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റത്തെ സ്റ്റേജ്. പിന്നെന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ വരും? ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. പിന്നെ അതിലെന്ത് സൈറ്റ് പ്രിപ്പറേഷൻ, സൈറ്റ് പ്രിപ്പയർ ചെയ്തു, പിന്നെ ഫൗണ്ടേഷൻ കെട്ടി, പിന്നെ സൂപ്പർ സ്ട്രക്ചറിലോട്ട് പോയി, പിന്നെ റൂഫിങ്, പിന്നെ ഫിനിഷേഴ്സ്, MEP വർക്ക്, എക്സ്റ്റേണൽ വർക്ക്, ഹാൻഡ് ഓവർ. സോ ഇനി അടുത്തത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. പ്രൊജക്റ്റ് പ്ലാനിങ്, പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ്, ഷെഡ്യൂളിങ്, ബഡ്ജറ്റിങ്, ക്വാളിറ്റി കൺട്രോൾ, സേഫ്റ്റി മാനേജ്മെൻറ്റ്. ഈ പ്രൊജക്റ്റ് പ്ലാനിങ്ങിന് എത്ര ഡ്യൂറേഷൻ എടുക്കും, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ബിഗിൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പെർമിറ്റ് ആൻഡ് അപ്രൂവൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ദുബായിലാണെങ്കിൽ ഒരുപാട് ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ അപ്രൂവൽ, അങ്ങനെ ഒരുപാട് അപ്രൂവൽസ് ഉണ്ട്. ആ ഒരു അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ്, ഇതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ മെയിനായിട്ട് അതിൻ്റെ പ്ലാനിങ്, കോർഡിനേറ്റിങ്, സൂപ്പർവൈസിങ്, അങ്ങനെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ബിൽഡിൻ്റെ എല്ലാ ഫ്രം ദ ബിഗിനിങ് ടു ഫൈനൽ ഹാൻഡ് ഓവർ വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പ്രൊജക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഒരു സൂപ്പർവിഷൻ കൊണ്ടായിരിക്കണം. അതിൻ്റെ ബഡ്ജറ്റിങ്, അതിൻ്റെ ടൈം ഓഫ് കംപ്ലീഷൻ, എത്രത്തോളം അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഇത് പറയുന്നത് ഒരു സെൻട്രൽ പോയിൻ്റാണ് ഈ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ഒക്കെ പറഞ്ഞു. അതേപോലെ ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി റിസ്ക് ആൻഡ് സേഫ്റ്റി കൺട്രോൾ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സ്റ്റേജസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞാൽ സൈറ്റ് പ്രിപ്പറേഷനാണ്. മേജറായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമുക്ക് ലെവലിംഗ് ഒക്കെ നോക്കി ലെവലൊക്കെ ചെയ്ത് സൈറ്റ് ക്ലിയർ ചെയ്യും. പിന്നെ ഫെൻസിങ്, ഹോർഡിങ്, പിന്നെ ടെമ്പററി ഫെസിലിറ്റീസ്, എക്സ്കവേഷൻ, അങ്ങനെയൊക്കെ. ഫെൻസിങ് ആൻഡ് ഹോർഡിങ് ആരുടെ എന്താ? ഇതേപോലെ ഒരുപാട് ടൈപ്പ് ഹോർഡിങ്സ് ഉണ്ട്. ടെമ്പററി ഹോർഡിങ്സ് ഉണ്ട്, കൊറക്റ്റഡ് മെറ്റൽ ഹാൻഡ്ലിംഗ് ഉണ്ട്, കളേർഡ് സ്റ്റീൽ പാനൽസ്, ഡാർക്ക് ടിമ്പർ ഓർ കമ്പോസ്റ്റ്. ഇതേപോലെ തന്നെ നമുക്ക് കാണിക്കുന്നില്ലേ, പിക്ചറിൽ കാണിക്കുന്നില്ലേ, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഹോർഡിങ്സ് ഉണ്ട്. പിന്നെ ടെമ്പററി ഫെസിലിറ്റീസ്. എന്തൊക്കെയായിരിക്കും ടെമ്പററി ഫെസിലിറ്റി പറയുന്നത്? നമുക്കവിടെ ലേബേഴ്സിന് ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ പോർട്ടബിൾ യൂണിറ്റ്സ്, നമ്മൾ കണ്ടെയ്നേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ എക്സ്കവേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത സ്റ്റേജ് പറയുന്നത് എന്താ? സൈറ്റ് പ്രിപ്പറേഷൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ഒരു എക്സ്കവേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫൗണ്ടേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേജുകളും നമ്മളവിടെ, എല്ലാവിധ എക്സ്കവേഷൻസും നമ്മളവിടെ നടത്തും. സൈറ്റ് ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഒരു ഏത് ടൈപ്പ് ഓഫ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേഫ് ആൻഡ് സ്റ്റേബിൾ ലാൻഡ് ക്ലിയറിങ്, ഡിമോളിഷന്, എക്സ്കവേഷൻ, ഗ്രേഡിങ്, കമ്പക്ഷൻ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലോട്ട്, അതിൻ്റെ സ്റ്റേബിൾ ഫൗണ്ടേഷൻ നമ്മൾ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടാണ്.